അസ്സലാമലൈക്കും മുത്തുമണികൾ, എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖാണ്. അപ്പൊ നമ്മള് പപ്പടം പൊരിക്കാൻ പോവാട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാല് പിന്നെ പപ്പടം ഒന്നും ആദ്യം കഴിച്ചിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ ഇവർക്ക് ഇവിടുത്തെ മാമാക്കൊക്കെ പപ്പടം ഭയങ്കര ഇഷ്ടാട്ടോ. 3 എണ്ണം 4 എണ്ണം 5 എണ്ണം ഒക്കെ ഒരു ടൈമില് കഴിക്കൂട്ടോ. അപ്പൊ ഞാന് അത് ശീലാക്കി. അപ്പൊ അതുകൊണ്ട് നമുക്ക് പപ്പടം പൊരിക്കാണ് എന്നിട്ടോ. നമ്മളെ കേരള പപ്പടാണ്. കണ്ടോ, ഇതാണ് ട്ടോ പപ്പടം. അപ്പൊ എന്തായാലും നമ്മൾ പൊരിച്ച അതൊന്നല്ല, വേറെ രസം കേട്ടോ. രസം കാണണമെങ്കിൽ പപ്പടം കുത്തുന്ന കോല് ഇതാട്ടോ. ഇവിടെ പപ്പട കോലൊന്നുമില്ല. ഞാൻ പറഞ്ഞു തോറ്റു, പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണില്ല. അപ്പൊ ഞാൻ എന്താക്കി, നമ്മളെ നാട്ടിലിടക്കൊക്കെ ഞാൻ ചെയ്യണ പണിയാട്ടോ പപ്പടം ചൂടല്, അല്ല സോറി, പപ്പടം പൊരിക്കൽ. ഇങ്ങനത്തെ കത്തിയോ എന്തേലൊക്കെ എടുത്തിട്ട് എങ്ങനെയൊക്കെ എണ്ണയിൽ നിന്ന് കോരി എടുക്കണം, അത്രയല്ലേ ഉള്ളൂ അല്ലേ. ഇപ്പൊ എന്തായാലും നമ്മള് പപ്പടം അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന്, ഈ പപ്പടം ഇങ്ങനെ പൊരിക്കുമ്പോഴേ കുറച്ച് പപ്പടം എടുത്തിട്ട്, എന്തോ ഒരു വിധമുള്ളവരൊക്കെ ചെയ്യുണ്ടാവും, നമ്മളെ നാട്ടിലൊക്കെ ചെയ്യോ, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു നമ്മളോട്ട് ഇങ്ങനെ നടുവിൽ ഇങ്ങനെ ഒരു ഓട്ട കുത്തി കൊടുക്കും. എനിക്ക് പപ്പടം ഇങ്ങനെ പൊന്തി ആ പൊള്ളച്ച് നിൽക്കണ ഇഷ്ടമല്ല കേട്ടോ. പപ്പടം ഇങ്ങനെ പൊള്ളാക്കാതെ ഇങ്ങനെ പിന്നെ ഇതായണ പപ്പടമല്ലേ തിന്നാൻ ടേസ്റ്റ്, എനിക്ക് അതാ ഇഷ്ടം കേട്ടോ. അപ്പൊ ഞാൻ എന്താക്കി, പൊള്ളക്കാതിരിക്കാൻ വേണ്ടി ചെയ്യണേന്. അപ്പോൾ ഇത് പൊള്ളച്ച ഉണ്ടല്ലോ, ഈ പാത്രത്തിലാണ് നമ്മൾ പപ്പടം പൊരിച്ചിരുന്നത്. അപ്പോൾ ഒരു 5-6 ഇടുമ്പത്തിന് ഇതൊന്നറിയും. അപ്പൊ പിന്നെ അതും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനിങ്ങനെ ചെയ്താൽ നമുക്ക് പിന്നെ പൊള്ളക്കാതെ കിട്ടും. അപ്പൊ ടേസ്റ്റിയാണ്. പിന്നെ രണ്ടാമത് ഇവിടെ ആളില്ല കേട്ടോ. ഇവിടെ ഞാനും മാമിയും മാത്രമേ ഉള്ളൂ. എല്ലാവരും പോയിക്കാണ്. ഇന്നലെ എല്ലാവരും പോയി. ഞാനും മാമി ഒറ്റക്കാകുമ്പോൾ രാത്രി ഭയങ്കര രസമായിട്ട്. രാത്രി ഇങ്ങോട്ട് റേഹാന ഡോറൊക്കെ ശരിക്കും പൂട്ടാൻ പറയും, ഹറാമി ഹറാമി കള്ളന്മാരുണ്ട് എന്ന് അറിഞ്ഞ പേടിപ്പിക്കട്ടെ. എന്നും ഞാനും മാമി ഉണ്ടാകുമ്പോൾ പിന്നെ ഇവിടെ ഒറ്റക്കാകുമ്പോൾ പിന്നെ പേടിപ്പിക്കുന്ന ഒരു സംഭവമാട്ടോ. വാതിലൊക്കെ ശരിക്കും പൂട്ടിക്കോ, കള്ളന്മാരുണ്ടാവും. ഇവിടെയൊക്കെ എവിടുന്ന് കള്ളന്മാര്? ഇവിടെയൊക്കെ കള്ളം കയറി പിന്നെ ഒരു ജീവനോടെ തിരിച്ചു പോകുമല്ലേ. അത് വെറുതെ അങ്ങനെ പറയുന്നത്. ഒരു പ്രാവശ്യം ഇവിടെ അടുക്കളയിലത്തെ AC കംപ്ലൈന്റ് ആയിട്ട് ആ ഊരിയൊരു കൊണ്ടുപോയിട്ട് ഇവിടെ ചുമരുമത്തെ AC ആണല്ലോ, അതിന്റെ പേരിപ്പോ എന്താ, മുക്കിയഫോ അങ്ങനെ എന്താണ് അതിന് പറയും. അപ്പൊ അത് ഊരിയിട്ട് കൊണ്ടുപോയിന്ന് കേട്ടോ ഇവിടുന്ന്. അപ്പൊ കൊണ്ടുപോയപ്പോ എന്നിട്ട് ഇന്നോടൊരു പായൊക്കെ വെച്ചിട്ട് എന്തൊക്കെ കാട്ടിട്ട് അവിടെ മറപ്പിച്ചൊക്കെ ചെയ്തിട്ടോ. കള്ളന്മാര് വരും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അത് സംഭവം. പക്ഷെ പാവം. അപ്പൊ അപ്പൊ കിടന്ന് നേരം വെളുത്തപ്പത്തിന് എന്തായി, അല്ല കിടന്ന് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ നമുക്ക് ധൈര്യം എന്ന് അറിയണ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇവിടെ ആണുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മൾ ഉറങ്ങുക. ഇവിടെ തന്നെ ശരിക്കും വാതില് പൂട്ടൂല, ഒരു ശരിക്കുള്ള ഒരു അടച്ചർബ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇവിടെ ഇല്ലല്ലോ. ബാക്കിയുള്ളവർക്ക് ഉറങ്ങാൻ തന്നെ കഴിയില്ല. ഇതിങ്ങനെയൊക്കെ പറയുന്നോണ്ടാട്ടോ. ഞാന് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ രണ്ടാമത്തെ മകൻ ഇങ്ങനെ ഇരുന്നപ്പോ ഞാൻ ചോദിച്ചിട്ടോ, ഇവിടെ ഇങ്ങനെ കള്ളന്മാര് ഇവിടെ ഇങ്ങനെ കേറുമെന്നൊക്കെ ചോദിച്ചു. റൈഹാന ഇല്ലട്ടോ, ഒരിക്കലും ഇവിടെ നിങ്ങളുടെ അങ്ങനത്തെ പ്രശ്നം തന്നെ ഇല്ലായിരുന്നു. എന്നിട്ട് ഇന്നലെയും മാമ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മാമ അവർക്കറിയണം അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇവിടെ ഇല്ല, നമുക്കറിയുന്ന ഭാഷയിൽ തട്ടിക്കൂട്ടി കൊടുത്തു. അപ്പൊ ഇന്നിപ്പോ എന്തായാലും ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഫുഡ് ഇവിടെ മരുമോളെ വീട്ടിൽ നിന്ന് ഓരൊക്കെ ഒന്ന് എല്ലാവരും കൂടി പോയപ്പോ ഇവര് രാത്രി തന്നെ ഫുഡൊക്കെ തയ്യാറാക്കിയിട്ടൊന്ന്, അപ്പൊ ഇവിടേക്കുള്ളതും കൂടി തയ്യാറാക്കി ബിരിയാണി അട്ട ഉണ്ടാക്കി അവിടുന്ന് ഉണ്ടാക്കി കൊടുത്തയച്ചിക്കാണ്. അപ്പൊ എനിക്ക് ഇന്ന് ഫുഡിന്റെ പരിപാടി ഇല്ല. പിന്നെ ഇപ്പൊ ഒന്ന് പറഞ്ഞേ, പപ്പടം എന്ന് പറയുമ്പോ മാമാക്ക് ഭയങ്കര ഇഷ്ടാട്ടോ, നല്ല ഇഷ്ടമാണ്. പാവ തിന്നണുമ്പോ ഒരു സന്തോഷാട്ടോ. അപ്പൊ ബിരിയാണിക്കാണ് ഇപ്പൊ ഈ പപ്പടം ഞാൻ പൊരിക്കണത്. അത് നന്നായിട്ട് പിന്നെ പപ്പടം കഴിക്കും. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി മാത്രമാണ് ഇപ്പൊ ഈ പപ്പടം ഉണ്ടാക്കണം. അത് ഉച്ചക്കും രാത്രിയൊക്കെ പപ്പടം എത്ര കിട്ടിയാലും അത് കഴിക്കും. അതൊരു ടേസ്റ്റിന് തോന്നിയിട്ടുണ്ടായിരിക്കും. നമ്മളും പപ്പടം കഴിക്കാത്തവരല്ല, പക്ഷെ എന്നാലും. അപ്പൊ അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിലെ പപ്പടം വെക്കുക. അപ്പൊ തുറന്നിട്ട് നോക്കും. പിന്നെ കഴിഞ്ഞപ്പോ കടയിൽ കുളിച്ചിട്ട് കൊണ്ടുവയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ മക്കള് പുറത്താണെങ്കിൽ മക്കൾ കുളിച്ചിട്ട് അവരോട് കൊണ്ടുവയ്ക്കും. അപ്പം
ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ ഇന്നപ്പോൾ അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള ചോറ് വെക്കാനുള്ള പണിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പണി കുറഞ്ഞിട്ടി. അപ്പം അങ്ങനെ കേട്ടോ പപ്പടം വറുത്തിട്ടു. എന്തായാലും അമ്മ ഫുഡ് കഴിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുതാ. എനിക്കും മാമാക്കും പിന്നെ ബംഗാളി ഇടക്ക് കഴിക്കും ഇടക്ക് കഴിക്കൂല കേട്ടോ. പക്ഷെ ചോറ് അതിൻ്റെ അവിടെ വെക്കാറാണ് അധികം. അപ്പം ഇനി കഴിക്കണി കഴിക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ. ഞാനും മാമിയും കഴിക്കും, ബാലൻസ് രാത്രിയും കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഞാൻ ബിരിയാണി കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി എന്നാൽ രാത്രി കൊടുന്ന് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേനെ. ഒരു മിനിറ്റ്. ഇതാണ് കേട്ടോ, ഇതാണ് അപ്പം നമ്മളെ ബിരിയാണി കണ്ടോ. ആ ഒരു ഇവിടേക്ക് വേണ്ടി വേറെ ദമ്മൊക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഏൽപ്പിച്ചാട്ടതാ. ഇത് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സാക്കണം കേട്ടോ. മിക്സ് ചെയ്യണം, ആകെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും. പിന്നെ ബിരിയാണി മാത്രമല്ല കേട്ടോ, അതിക്ക് വേറൊരു വെറൈറ്റി സാധനം ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. അവിടെ എപ്പോൾ ബിരിയാണി വെച്ചാലും അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഞാനിവിടെ ബിരിയാണി വെച്ചാൽ തന്നെ അവിടുന്ന് ഇത് എനിക്ക് ഉണ്ടാക്കാനറിയില്ല. ഇതുവരെ ഇതുണ്ടാക്കിയത് കണ്ടിട്ടില്ല കേട്ടോ. അതാണ് സത്യം. കണ്ടോ, ഒരു കറിയാട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് അപാരം തന്നെ കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വഴുതനങ്ങയാണ് കറി. കണ്ടോ, നല്ല ടേസ്റ്റില്ല കറി കേട്ടോ, വഴുതനങ്ങ കറി. ഇത് ബിരിയാണിക്ക് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഇത് കൂട്ടിയിട്ട് ബിരിയാണി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കൽ ലാഭമായി. അപ്പം കറിയായി, ബിരിയാണിയായി, പപ്പടമായി. ഇനി കുറച്ച് സാലഡ് ഉണ്ടാക്കണം. അത് മാമാക്ക് സാലഡ് നിർബന്ധമാണ്, എന്നും അതിൻ്റെ സാലഡ് വേണം. അപ്പം പിന്നെ കുറച്ചുണ്ടാക്കണം. ഞാൻ കഴിക്കൂല സാലഡ്. അപ്പോൾ ഇവിടെ മാമാക്ക് മാത്രം വേണ്ടിയിട്ട് ഞാൻ കുറച്ചുണ്ടാക്കുള്ളൂ. നമ്മൾ കുറച്ചുണ്ട് ഫുഡ് കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കുള്ളൂ. അപ്പം ഇന്ന് പണികളൊക്കെ കഴിഞ്ഞ് 10 മണി 10:30 ആയപ്പോഴത്തേന് ഫുള്ള് പണികൾ കഴിഞ്ഞു. നമുക്ക് കിച്ചൺ കയറാനില്ലെങ്കിൽ തന്നെ പെട്ടെന്ന് പണികളായി. പിന്നെ അതിന് വേണ്ടി കുറേ ഇല്ല. പിന്നെ മരുമക്കളൊക്കെ പോയിക്കണം. അപ്പം അവരെ റൂമൊന്നും ക്ലീനിങ് ഇല്ല അന്ന്. അപ്പം അതുകൊണ്ട് പണിയൊക്കെ കഴിഞ്ഞു. ഇന്നെന്തായാലും ഉഷാറ് ദിവസം. പണിയില്ലാത്തതല്ല കേട്ടോ. ഇനി ഒരാൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അസർക്ക് ശേഷം വരും, ഒരാൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം ടാറ്റാ ബൈ. അപ്പം ഞാനും മാമി അറിയാത്ത പറയാത്ത സംസാരങ്ങൾ അത് ഇന്നലെ വേറൊരു കാര്യം കേട്ടോ. ഇന്നലെ ഇതുപോലെ ഞങ്ങൾ രാത്രി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സീരിയൽ, അറബി സീരിയലാണ് കേട്ടോ. അത് മാമ സ്ഥിരമായി കാണുന്ന ആളാണ്. അപ്പം എനിക്ക് കാണിച്ചു തന്നു. അല്ല, ഞാൻ കുറച്ച് ലൈറ്റായിട്ട് ഇന്നലെ കിടന്നത്. അപ്പോൾ എന്താട്ടി, ഞാനതല്ല ഒറ്റക്കല്ലേ വെച്ചിട്ടാട്ടോ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ടൈമായി പോയി ഞാൻ റൂമിൽ പോകും. ഉറങ്ങൊന്നുമില്ല, എന്നാൽ റൂമിൽ പോകും. അപ്പോൾ ഒരു സീരിയൽ. അപ്പം എന്നോട് പറഞ്ഞു പിന്നെ റൈഹാന ബുക്ര നാളെ ഉണ്ട്, അതിൻ്റെ ബാക്കി കാണണം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇനി അതിൻ്റെ അപ്പോൾ കുറച്ച് ഇപ്പോഴാണ് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. എന്തായാലും അതിൻ്റെ ഒപ്പം ഇരുന്ന് കൊടുക്കട്ടെ. നമുക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു അതിന് ഇഷ്ടമാട്ടോ നമ്മൾ TV കാണുമ്പോൾ. പക്ഷെ എന്നോട് ഇങ്ങനെ പറയത്ത കഥ, പക്ഷെ ഞാൻ എന്ന് പറയും. അപ്പം എന്തായാലും കുറച്ച് നേരം ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കണം. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇൻഷാ അല്ലാ ബാക്കി എന്താ വെച്ചാൽ അപ്പം തീരുമാനിച്ചു. ഓക്കെ. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ. അപ്പോൾ ഒരു കാര്യം കൂടി, എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പൊന്നാര മണികളെല്ലാം മറക്കരുത് കേട്ടോ.